ഹലോ. റീൽസിലും ഷോർട്സിലൊക്കെ ട്രെൻഡിങ് ആണ് ഈ ഒരു ഐറ്റം. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ട്യൂൺ മീ എന്നൊരു ആപ്പാണ്. ഇതിപ്പം നേരത്തെ കുറച്ച് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ ഒരു ആപ്പ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലുള്ള രീതിയിൽ നമ്മുടെ ഫോട്ടോസ് മാറ്റിയെടുക്കാം. അപ്പൊ ഇതിൽ ഇതേപോലെ കുറേ ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. ഇതേപോലെയൊക്കെ നമ്മുടെ ഫോട്ടോസ് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഈ ഒരു മോഡലാണ് വേണ്ടത്. അപ്പൊ ഞാൻ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് ഇതിലോട്ട് മാറ്റേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയി വരും. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ വേണ്ടത് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. അതില് ഫോട്ടോസ് എടുക്കുക. അതില് നമുക്ക് ഫസ്റ്റ് നമ്മളിപ്പോ എഡിറ്റ് ചെയ്ത സംഭവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഇൻഷോട്ടിൽ തന്നെ ഒരു കട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് താഴെയായിട്ട്. അതെടുത്ത് വെറുതെ എടുക്കുമ്പോൾ തന്നെ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാനുണ്ട്. അപ്പൊ അതിന് തന്നെ ഇതിൽ ഇറേസർ ഉണ്ട്. ഇറേസർ എടുത്തും കൊണ്ട് ഇതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഏതൊക്കെ പിക്ചറാണ് ആ ഒരു ടെംപ്ലേറ്റിലോട്ട് ആ ഒരു ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് അതെല്ലാം ഈ ഒരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ആദ്യം ട്യൂൺ മീ എന്ന ആപ്പിൽ എഡിറ്റ് ചെയ്ത് അതിനുശേഷം ഇതേപോലെ ഇൻഷോട്ടിൽ കൊണ്ടുപോയി ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് വെക്കാം. കണ്ടോ, നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടി. അപ്പൊ എനിക്ക് ഈ രീതിയിൽ മതി. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യുക, സേവ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഹോമിൽ പോയി ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ആ ഒരു ക്യാൻവാസ്, ഈ ഒരു 9:60 ഈ ഒരു ക്യാൻവാസ് ആണ്. ഈ ക്യാൻവാസ് സൈസ് ആണ് നമ്മൾ ഫേസ്ബുക്ക് അല്ലെ ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ റീലും ഷോർട്ടൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മളുടെ ഓരോ ഫോട്ടോസും ഇതേപോലെ പിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് താഴെ. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ കൊണ്ടുവന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം, ലാർജ് ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്ത് നമുക്ക് ആ ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ ആ രീതിയിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് ഇതേപോലെ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതേപോലെ എഡിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു ക്ലാസ്സിലെ എല്ലാ പിള്ളേരുടെയും ഫോട്ടോസ് വെച്ച് ഇതേപോലെ ചെയ്ത് ടീച്ചേഴ്സിന്റെ ഫോട്ടോസ് സെന്ററിലൊക്കെ വെച്ച് അങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ട്രെൻഡാണ്. ഇതേപോലെ നമുക്ക് ഇപ്പൊ കസിൻസിന്റെ ഫോട്ടോസ് അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാവല്ലോ, ഓരോ ഗ്യാങ്. അപ്പൊ അവരുടെയൊക്കെ ഫോട്ടോസ് ഇതേപോലെ ചെയ്ത് സ്റ്റാറ്റസും റീൽസ് ഒക്കെ ഇടുന്നത് ഇപ്പോഴും ട്രെൻഡാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമുക്കൊരു ക്യാപ്ഷൻ ഇട്ട് കൊടുക്കാം. ഈ ക്യാപ്ഷൻ നമ്മൾ ഇൻഫിനിറ്റി പെയിന്റ് എന്നാണ് ഒരു ആപ്പ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേരൊക്കെ ഇതേപോലെ വെച്ച് കൊടുത്തു. അത് എന്നിട്ട് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിൽ ഇതേപോലെ വന്നു കിടക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.